ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. യോഹന്നാന്റെ സുവിശേഷത്തില് 21-ാം അധ്യായത്തില് 15 മുതലുള്ള വചനത്തില് ഒരു വചനം നമുക്കറിയാം. പത്രോസിനോട് ഈശോ പറയുന്നൊരു സംഭവമുണ്ട്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാൾ ബാക്കി പറഞ്ഞേ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ട, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, 3 വട്ടം പത്രോസിനോട് ഈശോ ചോദിക്കുന്നു, യോനാടെ പുത്രനായ ശമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്തെന്താ? കെട്ടപ്പെടുകയാണ്. ഈശോയെ ആര് സ്നേഹിച്ചാലും ഈശോ അവനെ ബന്ധിച്ചിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനോട് ബന്ധിക്കും? തൻ്റെ കുരിശിനോട്, തൻ്റെ പീഡാസഹനത്തോട്, തൻ്റെ മരണത്തോട് അവനെ ദൈവം ബന്ധിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അത് നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നീ പോയി, പക്ഷെ പ്രായമാകുമ്പോൾ വേറൊരുവൻ വന്നിട്ട് നിന്റെ അരമുറുക്കുകയും ബന്ധിക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. മറ്റൊരർത്ഥം കൂടിയുള്ളത്, ഈശോയെ ആര് സ്നേഹിക്കുന്നുവോ ആ നിമിഷം മുതൽ അവൻ്റെ ഇഷ്ടമല്ല പിന്നെ ആരുടെ ഇഷ്ടം അവന് നടക്കാൻ പോകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരാള് മാമോദീസ സ്വീകരിച്ച് തിരുസഭയിലേക്ക് വരുമ്പോൾ അവൻ്റെ ഇഷ്ടമല്ല ഇനി നടക്കാൻ പോകുന്നത്, അവനെ തിരഞ്ഞെടുത്തവനായ കർത്താവ് യേശു മിശിഹായുടെ ഇഷ്ടമാണ് ഇനി അവൻ നടക്കാൻ പോകുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിവാഹം എന്ന കൂദാശയായി സ്വീകരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ബലിപീഠത്തിന്റെ മുമ്പിൽ വെച്ച് അവര് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ബലിപീഠത്തെ സാക്ഷിയാക്കി ദൈവവചനത്തിൻ്റെ മേൽ കൈകൾ വെച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വിവാഹം എടുക്കുമ്പോഴും ഇനി അവരുടെ ഇഷ്ടമല്ല, ഇനി അവർ നടക്കാൻ പോകുന്നത് ദൈവഹിതം ആയിരിക്കും. ഹല്ലേലൂയ. എന്തിനാ അച്ഛൻ ഇന്ന് ഈ ക്ലാസ് പറഞ്ഞ് തുടങ്ങിയതെന്ന് വെച്ചാൽ, ഈശോയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈശോയുടെ കൂടെ അടുക്കുന്നതനുസരിച്ച് വേദന കൂടാറുണ്ട്. ഒറ്റപ്പെടലുകള്, തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ, രോഗങ്ങള്, നഷ്ടങ്ങള്, പൈശാചിക പീഡകൾ എന്ന് വേണ്ട ഒരുപാട് തകർച്ചകൾ കാണാം പലപ്പോഴും. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ദൈവത്തോട് അടുത്തത് കൊണ്ടാണോ ഈ ദുരന്തമൊക്കെ വന്നത്? ചിലപ്പോൾ പറയും, പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊന്നും പോകാത്തവന് യാതൊരു കുഴപ്പമില്ല, അവൻ്റെ ജീവിതത്തിന് ഓരോ ദിവസവും വളർച്ചയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ പ്രശ്നം തുടങ്ങിയത് മുഴുവനും പള്ളിയിൽ
പോകാൻ തുടങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ഓർത്തോളം ഈ വചനം, ആരെല്ലാം ഈശോയെ സ്നേഹിക്കുന്നു അവനെയെല്ലാം കർത്താവ് ബന്ധിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ട് ബന്ധിക്കും? എങ്ങോട്ടാണ് ബന്ധിക്കുന്നത്? തൻ്റെ കുരിശ് മരണത്തോട് ബന്ധിക്കും. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 വട്ടം ഈശോയെ തള്ളിപ്പറയുന്ന പത്രോസ്, പിന്നീട് നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സുവിശേഷ വേലയുടെ അവസാന കാലഘട്ടമാകുമ്പോൾ റോമിലെത്തുന്ന സമയമാണ്. റോമിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങളുണ്ടാകും. അവസാന ശത്രുക്കൾ പത്രോസിനെ ബന്ധിച്ചിട്ട് കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടുന്നുണ്ട്. അതിന് ശേഷം കൊണ്ടുപോയി കുരിശിൽ തറച്ച് കൊല്ലുന്നൊരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ബന്ധിച്ചുകൊണ്ട് പോവുക. ഇനി അവനെ ഈശോയുടെ മരണത്തോട്, അതായത് ഈശോയെ സ്നേഹിക്കുന്നവർ കിട്ടുന്നൊരു ഭാഗ്യമാണ് ഈശോ മരിച്ചതുപോലെ മരിക്കാനുള്ള ഒരു വിളി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അവിടെ വെച്ച് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിന്റെ ഗുരുവും നാഥനെയും ഞങ്ങൾ കുരിശിൽ തറച്ചാണ് കൊന്നത്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അങ്ങനെ കൊല്ലാൻ പോകുക എന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, സന്തോഷമാണ്, പക്ഷെ ഒരു കാര്യം, എൻ്റെ നാഥനും ഗുരുവുമായ ഈശോ മിശിഹ മരിച്ചത് എങ്ങനെയോ അതുപോലെ മരിക്കാനുള്ള അർഹത എനിക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ കുരിശിൽ തറച്ചു. പക്ഷെ തലകീഴായിട്ട് കുരിശിൽ തറച്ചു. തീർച്ചയായിട്ടും അവിടെ വെച്ച് പത്രോസ് ആ കുരിശിൽ കാണുന്നതുകൊണ്ട് ഈശോയോട് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് ചോദിച്ചു, തിബേരിയസ് കടൽത്തീരത്ത് വെച്ച് നീ എന്നോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. ഇതേ ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ആ പത്രോസ് ബലി കൊടുക്കുന്നത്, കർത്താവിൻ്റെ ബലി അർപ്പിക്കുന്നവർക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ആ ഒരു സഹന ബലിയിലൂടെയാണ് ഈശോയുടെ സ്നേഹം വെളിപ്പെടുത്തുന്നത്. നീ ഈശോയെ സ്നേഹിച്ചതിൻ്റെ തെളിവും ഈശോ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവും അത് വെളിപ്പെടുന്നത് കാൽവരി കുരിശിൻ്റെ ബലിയർപ്പണത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിതത്തിൽ സഹനമെടുക്കുമ്പോൾ, മരണമുണ്ടാകുമ്പോൾ മാത്രമാണ്. എന്തിനാണ് ഈ ഭൂമിയിൽ സഹനം വരുന്നത്? ഈ നാളുകൾ ഞാനൊരു ഇൻ്റർനാഷണൽ മീറ്റിംഗ് വെച്ച് ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ് കേൾക്കുകയായിരുന്നു. അച്ഛൻ പറയായിരുന്നു, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവധി കുറയ്ക്കുന്നതാണ് ഭൂമിയിൽ നമ്മളെടുക്കുന്ന സഹനങ്ങളെല്ലാം. പ്രശ്നം, ഭൂമിയിൽ നമ്മൾ സഹനം കൂടുതലെടുത്താൽ അത്രയും കുറച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതി. അവർക്ക് പ്രത്യേക ഭൂമിയിൽ മാക്സിമം സഹനം എടുത്താൽ പിന്നെ നമ്മൾ മരണശേഷം പിന്നെ സഹനം എടുക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ സഹനങ്ങളും അത് ക്രിസ്തുവിനോട് ചേർന്ന് വെറുതെ എടുത്തോണ്ട്, അത് ഈശോ മിശിഹായുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് രോഗങ്ങളാകാം, അപമാനമാകാം, നിന്ദനമാകാം, പരിഹാസം ആകട്ടെ, അപ്പം അത് എടുക്കുമ്പോൾ അതെൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാണ്. വിശുദ്ധീകരിച്ച് എൻ്റെ അത് നമുക്കറിയാം. സഭയുടെ ഏറ്റവും വലിയ പ്രബോധനം പാപകടങ്ങൾ എന്നൊരു തലമുണ്ട്. പാപമോചനവും പാപമോചനമുണ്ട്, അതുപോലെ പാപകടങ്ങളും. അതായത് 2 തരം പണിഷ്മെന്റ്, ശിക്ഷയെക്കുറിച്ച് പറയാം സഭ. ഒന്ന് ടെമ്പറൽ പണിഷ്മെന്റ്, 2 എറ്റേണൽ പണിഷ്മെന്റ്. നിത്യശിക്ഷയും അതുപോലെ കാലിക ശിക്ഷയും. കാലിക ശിക്ഷ, നിത്യശിക്ഷ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരാൾ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മേലൊരു നിത്യശിക്ഷയുടെ ഒരു എലമെന്റ് വരുന്നുണ്ട്, സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്നത്. പക്ഷെ അത് മാറിപ്പോകുന്നത് കൗദാസിക സ്വീകരണത്തിലൂടെ, പ്രത്യേകിച്ച് കുശുദ്ധ കുർബാന, കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്ന്, എന്ന് വെച്ചാൽ അവൻ്റെ ആത്മാവ് നരകാഗ്നിയിലോട്ട് പോകുന്നതിൽ നിന്ന് അവനെ കരകയറ്റുക. പാപമോചനമെന്ന കൂദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ ഉടനെ അവൻ്റെ ആത്മാവിനെ നരകാഗ്നിയിലോട്ട് പോകില്ല, അവൻ രക്ഷയിലേക്ക് വരികയോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ അടുത്തത് കേൾക്കണം. എന്നാൽ അവൻ ചെയ്ത പാപം ഉണ്ടല്ലോ, പാപമോചനം കിട്ടി, പക്ഷെ അവൻ ചെയ്ത പാപത്തിന് തക്കതായൊരു ശിക്ഷ അവൻ ഈ ഭൂമിയിൽ എടുക്കേണ്ടി വരും. മരണം വരെ അവൻ എടുക്കേണ്ട 100%. അതാണ് ടെമ്പറൽ പണിഷ്മെന്റ്, അതായത് കാലിക ശിക്ഷ. അത് ഈ ഭൂമിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ ചെയ്ത പാപപ്രവർത്തികൾക്ക് തക്കതായൊരു ശിക്ഷയുടെ ഒരു അനുഭവം ഉണ്ടാകാം. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ടുകൊണ്ടേ കാണാവുള്ളൂന്നും പ്രത്യേകം അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസലോഷ് പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും വെച്ചപ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഒരാൾ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ പാപത്തിന് 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് നിത്യശിക്ഷയും, 2 കാലിക ശിക്ഷയും. നിത്യശിക്ഷ എന്നുള്ളത്
അവൻ മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് ഈശോയുടെ കൃപാവരത്തിലേക്ക് കൂദാശയിലേക്ക് വരുന്നില്ല എങ്കിൽ സഭയുടെ വിശ്വാസം, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാം സാധ്യതയുണ്ട്. പ്രസലോഷ് നിത്യശിക്ഷ, നിത്യനരകത്തിലേക്ക് എന്നേക്കുമായിട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസ്ഥ. എന്നാൽ അവൻ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടും. പാപം കുമ്പസാരക്കുട്ടി വെച്ച് നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടി. പിന്നെ അവൻ്റെ ആത്മാവ് നരകാഗ്നിയിലോട്ട് പോകുന്നില്ല. എന്നാൽ അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ അവൻ ചെയ്ത പാപത്തിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ അതിൻ്റെതായൊരു സഹനം അല്ലെങ്കിൽ ശിക്ഷ അവനെടുക്കേണ്ടി വരും എന്ന് പഠിപ്പിക്കും. ആ ഒരു കാലിക ശിക്ഷയ്ക്ക് ഇളവ് നൽകുന്നതാണ് ഈ നോയമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും. ഈ നോയമ്പ് എടുക്കാൻ പറയുന്നത് സഭ നമ്മളോട് 50 നോയമ്പ്, 25 നോയമ്പ്, 8 നോയമ്പ്, ഈ നോയമ്പാചരണം നടത്തണം, ഉപവാസം എടുക്കണം എന്ന് പറയുന്നത് ഈ കാലിക ശിക്ഷ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കാലിക ശിക്ഷ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ മേലാത്തൊരവസ്ഥ വരാം. ഹല്ലേലൂയ. ഇവിടെ കണ്ട് വേറെ തലമുണ്ട്. പലപ്പോഴും നമ്മൾ മാനസികമായിട്ടാണ്, ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ചിന്തിക്കാൻ സാധ്യത ഏറെയുണ്ട്. അത് മാറിക്കണം. അതായത് ഒരുവന്റെ യഥാർത്ഥമായ രക്ഷ ഭൗതിക രക്ഷയല്ല, ശാരീരിക ആരോഗ്യമല്ല രക്ഷപ്പെടുന്നത്. ഒരാളിപ്പോൾ പെട്ടെന്ന് രോഗശാന്തി കിട്ടി, മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ കിട്ടി, ഉടനെ രക്ഷപ്പെട്ടു, അല്ലെ പരീക്ഷയ്ക്ക് നല്ല മാറി രക്ഷപ്പെട്ടു. അതല്ല രക്ഷ. സഭ പറയുന്ന രക്ഷ നിത്യരക്ഷയാണ്, ആത്മരക്ഷയാണ്. സഭയുടെ എല്ലാ ലക്ഷ്യവും, ഉദാസകളുടെ മൊത്തം ലക്ഷ്യം, ദൈവോധന പ്രഘോഷണത്തിന്റെ ലക്ഷ്യം, എല്ലാത്തിനും ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമേ കാണുകയുള്ളൂ, ആത്മാവിനെ, അതായത് ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ള. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ അപ്രയം പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്, വിശ്വാസമുണ്ട്. വിശുദ്ധ അപ്രയം പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ മനുഷ്യൻ പറുദീസായിലായിരുന്നു. ആ പറുദീസായിൽ നിന്ന് പറുദീസ നഷ്ടപ്പെട്ടു പോയ ദൈവമക്കൾക്ക് തിരിച്ചു വീണ്ടും പറുദീസ കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ പ്രവർത്തനമാണ് രക്ഷാകര പ്രവർത്തനങ്ങൾ മൊത്തം. പറുദീസ നഷ്ടപ്പെട്ടവന് പറുദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനമാണ് ഈ ബൈബിൾ മുഴുവൻ എന്ന് പറയുന്നത്. ബൈബിളിൽ മുഴുവൻ സംഭവം പറുദീസ നഷ്ടപ്പെട്ടവന് പറുദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഈശോ തിരുസഭയെ സ്ഥാപിക്കുന്നതും അത് തന്നെയാണ് ലക്ഷ്യം. പറുദീസ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവമക്കൾക്ക് പറുദീസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനമാണ് തിരുസഭയിലൂടെ, കൂദാശയിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാലിക ശിക്ഷയെ കാണേണ്ടത്. കാലിക ശിക്ഷയെ കാണേണ്ടത്. അപ്പൊ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നത് ഒരിക്കലും. നേരെ മറിച്ച് എന്റെ ദൈവം എന്നെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ എനിക്ക് ശുദ്ധീകരണം തരുന്നത്. ഓരോ സഹനവും ശുദ്ധീകരണമാണ്. അഗ്നിയിലൂടെയാണ് ശുദ്ധീകരണം നടക്കുകയുള്ളൂ ബൈബിൾ പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനത്തിൽ പറയും, അത് ദൈവം സ്നേഹിക്കുന്നവർക്ക് സഹനം കൊടുക്കുന്നതിനെ കുറിച്ച് പറയും. സഹനം കൊടുക്കുക. സഹനത്തിന്റെ തീച്ചുളയിലൂടെയാണ് ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം വളർത്തിയെടുക്കുന്നത്. കാരണം വെച്ചാൽ അവരെ ദൈവം വിശുദ്ധീകരിക്കുക, ഒത്തിരി വിശുദ്ധീകരിക്കുക. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അൽഫോൻസാമയ്ക്ക് സഹനം കൊടുത്തത് അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അവളുടെ കാലിക അവൾ എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യൻ നോക്കുമ്പോൾ പാപമൊന്നും ആർക്കും. കാരണം നമ്മൾ പാപം ഇരിക്കുമ്പോൾ പിന്നെ പുറത്ത് പാപം ഉണ്ടെന്ന് തോന്നിയാണ്. പ്രസലോർ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് അശുദ്ധി കാണാൻ സാധ്യത ഏറെയുണ്ട്. പ്രസലോർ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് അശുദ്ധി കാണാൻ സാധ്യത ഏറെയുണ്ട്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട്, മാനുഷികമായ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് 100% ഹോൾ ചെയ്യാം. പക്ഷേ ദൈവത്തിന്റെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കണ്ടുകൊണ്ട്, കൃപയുടെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മളുടെ കുറവുകൾ ദൈവം കാണുക. അപ്പൊ ആ കുറവുകളെ കഴുകി മാറ്റാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ചില സഹനങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ആണ് വിശുദ്ധരെ പറയും സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയും. എന്തുകൊണ്ട് സഹനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് വെച്ചാൽ, സഹനമെടുത്തെങ്കിൽ മാത്രമേ എൻ്റെ മരണസമയത്ത് അന്ന് തന്നെ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മടിയിൽ, കർത്താവിൻ്റെ കയ്യിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ നോയമ്പ് കാലത്ത് സഭ പറയും ചില മോർട്ടിഫിക്കേഷൻസ്,
എന്ന് വെച്ചാൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നത് എൻ്റെ കാലിക ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി. പരിത്യാഗ പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ, രോഗീ സന്ദർശനങ്ങൾ, പാവങ്ങളെ സഹായിക്കൽ, ഭക്ഷണം നിയന്ത്രിക്കുന്നത്, മാംസവും മത്സ്യവും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ, രുചികരമായ ഭക്ഷണങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെക്കുന്നു. ചില സുഖങ്ങളൊക്കെ എടുത്ത് മാറ്റിവെക്കുന്നു. വസ്ത്രങ്ങളൊക്കെ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി സാധാരണ വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നു. അതിന് കാരണം ഇതെല്ലാം ഈ കാലിക ശിക്ഷയിൽ നിന്ന് ഇളവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുന്നു. അത് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആത്മാവ് അത്രയും കൂടെ എന്നുള്ളതായി മാറാൻ പറ്റും. വിശുദ്ധിയുള്ള ആത്മാവായിട്ട് മാറും. പ്രസലോഷൻ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധിയുള്ള ആത്മാവായിട്ട് തരും. വിശുദ്ധിയുള്ള ദൈവസന്നിധിയിൽ പോയി വസിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? വിശുദ്ധി വേണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അത് തന്നെയാണ് ഹെബ്രായ ലേഖനം 12:14-15. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. റോമലേഖനം 12:1-2-3 ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സഹനങ്ങളെ കാണുന്നൊരു രസമാണ്. ഭയങ്കര സഹനം വരും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക പീഡകളും മാനസിക പീഡകളും എല്ലാം വരും. അപ്പം ശരിക്കും നമ്മൾ തളർന്നു പോകും, ശരിക്കും നമ്മൾ വീണു പോകും, ഒന്നും ചെയ്യും. പക്ഷേ പലപ്പോഴും ഞാൻ കാണുന്നൊരു പ്രത്യേകം, എന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ കരുണയിലൂടെ കാണുന്നത്. പക്ഷേ അങ്ങനെ അപ്പം നമ്മളൊക്കെ എന്തോരം തന്നെ സഹനം ദൈവം തരുന്നത്. നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ആരും ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവജനത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ, അല്ല രോഗികളുടെ അടുക്ക ചെന്നിട്ട് അവിടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ആദ്യമൊന്നും എനിക്കിത് മനസ്സിലാകുകയില്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ സഹനം ദൈവം തരുന്നത് എന്നെ കൂടുതൽ വിശുദ്ധീകരിച്ച് ജനത്തിനൊരു ഉപകരണം ആക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ആദ്യം എനിക്കിത് ഗ്രഹിക്കാൻ പറ്റിയല്ലോ. എന്തിനീ സഹനം തരുന്നു? ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തിനെനിക്ക് ബ്ലോക്ക് വരും, വിഷമം വരും, ബുദ്ധിമുട്ട് വരും, പീഡ വരുന്നു, വയ്യാതാകുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ കിടക്കപ്പായിൽ കിടന്നിട്ട് ഞാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, നേരെ എഴുന്നേറ്റ് ആൾക്കാരൊക്കെ ശുശ്രൂഷിക്കും. അപ്പം ദൈവം എങ്ങനെ ഇത് എടുക്കും? ഒന്നും ഒരുങ്ങിയിട്ട് പോലില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, സഹനം എന്നത് അതൊരു ശാപമല്ല, സഹനം എന്നതൊരു അനുഗ്രഹമാണ്. സഹനം ഒരു ഗ്രേസാണ്. ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സഹനങ്ങളിലൂടെ പോകുന്ന മക്കൾ ആരുണ്ടോ അവരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ തന്നെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? കൈയടിച്ച കർത്താവ് നന്ദി പറയട്ടെ ഉച്ചത്ത്. അപ്പൊ അതാണ് ആദ്യമൊക്കെ. അതുകൊണ്ട് ആദ്യകാലങ്ങൾക്ക് ഒത്തിരി നമുക്ക് സഹനം പിറുപിറുക്കും. നമ്മൾ ഹ്യൂമനായിട്ട് മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്യുന്നതല്ലേ, അത്ര പുണ്യ പ്രവർത്തിക്കുന്നതല്ലേ, ഇതൊക്കെ ചെയ്യുന്നതല്ലേ, പിന്നെ ഇതെനിക്ക് സഹനം. പക്ഷെ പിന്നീട് മനസ്സിലായി, ഇത് ശരിക്കും സുവിശേഷവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഓരോ ക്രൈസ്തവൻ്റെയും സഹനം, ഓരോ ക്രൈസ്തവൻ്റെയും സഹനം കർത്താവിൻ്റെ പീഡാസഹനവുമായിട്ട് ബന്ധമുള്ള സഹനമാണ്. അടിപൊളിയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടേക്കരുത്. ഇവിടെ പലതരം ദുരന്തങ്ങളുണ്ടാവും. ചിലപ്പോൾ കുടുംബത്തിൽ ജീവിത പങ്കാളി മരിച്ചുപോയി, മക്കൾ മരിച്ചുപോയി, രോഗം വന്നു, വീട്ടിൽ വലിയ പ്രശ്നം, സാമ്പത്തിക തകർച്ച, കടബാധ്യത, ഒറ്റപ്പെടലുകൾ, പരിഹസിക്കപ്പെടുന്നതിന് പോകുന്നത്, നിരാശപ്പെടുന്നത്, പലതരം. അത് ഒരു സഹനം, ഭയങ്കര വേദനയാണ്. പക്ഷെ അത് വചനം തുടങ്ങിയ പോലെ പത്രോസിനോട് ചോദിച്ചപ്പോൾ, യോനാണ് പുത്രനായ നീ എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുന്നുണ്ട്. അതേപോലെ അതൊരു മാമോദീസായുടെ ദൈവവിളി പോലെ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ഓരോ കൂദാസ് ഒരു പുരോഹിതനാകുമ്പോൾ ദൈവവിളി, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ കട്ടപ്പെടാൻ പോവാ, കുരിശുമരണത്തോടെ ബന്ധിക്കപ്പെടാൻ പോവാ, അവന്റെ കുരിശിനോട് ബന്ധിക്കപ്പെടാൻ പോവാ.
അതാണ് അവൻ്റെ പ്രത്യേകത. ഈശോ ആരെ സ്നേഹിച്ചാൽ അവനെ ഈശോ തൻ്റെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച് ബന്ധിക്കും. ഈശോ ആരെ സ്നേഹിച്ചാൽ അവനെ ഈശോ തൻ്റെ കൽത്തൂണിനോട് കൂട്ടിച്ചേർത്ത് അവനെയും കെട്ടിയിട്ടിട്ട് ഈശോയ്ക്ക് കിട്ടുന്ന ഒരു അടിയുടെ ഒരു ഭാഗം ഈശോ അവനും കൊടുക്കും. അത് വേറൊന്നിനും വേണ്ടിയല്ല, അവനെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി. വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 48-ാം അധ്യായത്തില്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തില് 10, 11, 12 വചനം, വലിയ വചനമാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ വലിയൊരു മിറക്കിള്, ഈ അത്ഭുതം നമ്മുടെ ശുശ്രൂഷയുടെ സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് അനന്തപുരി കൺവെൻഷൻ നടന്നു. കഴിഞ്ഞ വർഷത്തെ അനന്തപുരി കൺവെൻഷൻ നടന്ന സംഭവമാണ്. അപ്പോൾ ശരിക്കും ആ ദിവസങ്ങളിൽ ഞാൻ നല്ല ടയേർഡായിരുന്നു. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ നടുവിലാണ് ഞാൻ ശുശ്രൂഷയുടെ ഒത്തിരി ബുദ്ധിമുട്ട് സമയത്ത്. അപ്പോൾ ശുശ്രൂഷയുടെ ഒരു ദിവസം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഒരു 10,000-ഓളം രോഗികൾ അവിടെ ഇങ്ങനെ പള്ളിയിൽ വന്നു. അവർക്കൊണ്ടെല്ലാം കുറേ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ശരിക്കും ഞാൻ വീണു പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്നെ റൂമിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വണ്ടിയെ കയറി. എൻ്റെ റൂമിലോട്ട് ഇവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയെ കയറിയപ്പോഴത്തേക്ക് കുറേ പേര് ഇങ്ങനെ വണ്ടിക്ക് ചുറ്റും. അപ്പം ഞാൻ ഈ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു അപ്പൻ തൻ്റെ മകനെ ഇങ്ങനെ എടുത്തുയർത്തി ഇങ്ങനെ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിൽ എടുത്തു. ഈ കൊച്ചിന് ഒരു പ്രത്യേകതരം രോഗം, മുഖം മുഴുവൻ വികൃതമായിട്ട്, അതായത് ഒരു സോറിയാസിസ് പോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പം അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു വെച്ചാൽ. അപ്പോൾ ഈ കൊച്ചിനെ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു, വണ്ടിയുടെ ഗ്ലാസ്സിനും തുറന്നിട്ട് ഞാൻ അന്ന് ഈശോയോട് നമുക്ക് ആശീർവദിച്ചു. മറന്നു ചിത്രം ആശീർവദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി. പിന്നെ ആരും കണ്ടില്ല, വണ്ടി മുന്നോട്ട് പോയി. പിന്നെ എനിക്കൊരു സാക്ഷ്യം വരുന്നത് കേട്ട് ഞാൻ നിങ്ങൾ അത്ഭുതപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ ഒരു അപ്പനും അമ്മയും കൂടി ഇവർ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഈ കൊച്ചിന് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ എന്ന് പോലെ കുമള പോലെ ഇങ്ങനെ ഒരു രോഗമാണ്. അതിങ്ങനെ ബൾബ് പോലെ ഇങ്ങനെ വന്നിട്ട് പൊട്ടിപ്പൊളിക്കും, ദേഹം മുഴുവൻ പൊട്ടി ഒലിച്ചിരി. അപ്പോൾ കൊച്ചിന് മരുന്നെല്ലാം ഈ കുട്ടിക്ക് കൊടുക്കും. ഒരു 4-5 വയസ്സുള്ള കുഞ്ഞാണ്. ഇത് മരുന്നെല്ലാം കൊടുത്തിട്ട് കൊച്ചു സുഖപ്പെടുന്നില്ല. അത് മാസങ്ങളായിട്ട് ചികിത്സ നടത്തിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല. രാത്രി കുഞ്ഞ് കിടന്നുറങ്ങില്ല. അപ്പോൾ ഇതിന് മരുന്ന് കൊടുത്താണ് ഈ കുഞ്ഞിനെ കിടത്തി ഉറക്കുന്നത്. അവർ പറയുന്നത് ഒരു 2 മണി 3 മണി ആകുമ്പോൾ കുട്ടി തന്നെ എഴുതിയിട്ടൊന്ന് കാറിക്കൊണ്ട് ദേഹം മുഴുവൻ ചൊറിയും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡോക്ടർമാർക്കും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ ചികിത്സ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിഷമിച്ചവരിങ്ങനെ മരുന്നിങ്ങനെ ഉറക്കഗുളിക കൊടുത്താണ് ഈ കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഇവർ പറയുകയാണ്, അച്ഛാ അന്ന് ഞങ്ങളവിടെ എത്തി, അച്ഛൻ തിരക്കിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അച്ഛനിങ്ങനെ ആശീർവദിച്ചു. പെട്ടെന്ന് ഇവർ പറയാം, ഒരു സുഗന്ധ അഭിഷേകം ഞങ്ങൾക്ക് 3 പേർക്കും അനുഭവപ്പെട്ടു. എന്നിട്ട് ഇവർ പറയാണ്, ഈ കൊച്ചുമായിട്ട് അപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ എന്തോ ഒരു അടയാളം, അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ നേരെ വീട്ടിൽ പോയി. അന്ന് വൈകുന്നേരം കിടന്നുറങ്ങുന്നപ്പം കൊച്ചിന് ഇവർ മരുന്ന് കൊടുത്തില്ല. എന്നിട്ട് കിടന്നു. രാത്രി എഴുന്നേൽക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഇവർ കിടത്തി. പക്ഷേ രാത്രിയിൽ സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് കുട്ടി എഴുന്നേറ്റില്ല. അപ്പോഴത്തേക്കും ആ മനുഷ്യനോട് പറയാം, എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, എടി അവന് കുഞ്ഞ് എഴുന്നേറ്റില്ലല്ലോ, എന്താ സംഭവിച്ചത്, നമുക്ക് നോക്കാം. ഇവർ 2 പേരും കൂടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഈ രോഗം മുഴുവനും കരിഞ്ഞ് സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ഇരട്ട. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ദൈവം ഞാൻ അറിഞ്ഞു പോലുമില്ല. നമ്മൾ ഈ ഓട്ടത്തിനിടയ്ക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ കൊണ്ട് സഹനങ്ങൾ എടുപ്പിക്കുന്നുണ്ട്. സഹനമുണ്ടെങ്കിലേ വിശുദ്ധീകരണം ഉണ്ടാവുള്ളൂ. ഇവിടേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും മക്കൾക്കും സഭയ്ക്കും അനുഗ്രഹമാകണമെങ്കിൽ എന്തെടുക്കണം? സഹനം എടുക്കണം. ആ സഹനത്തിലൂടെയാണ് വിശുദ്ധീകരണം ഉണ്ടാകുന്നത്, സാങ്ക്ടിഫിക്കേഷൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ, അപ്പോഴാണ് നിങ്ങൾക്ക് ശക്തി കിട്ടാൻ പോകുന്നത്.